കൃഷ്ണനാഥ് പൈ, ശ്രീ എൻ രാമചന്ദ്രൻ, മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയുടെ മറ്റ് പ്രവർത്തകരെ, സഹോദരിമാരെ, സുഹൃത്തുക്കൾ, മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയുടെ 4 പരിപാടികളാണ് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്നത്. കൗൺസിലിംഗ് സെന്റർ ജീവവാണി, അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിച്ചു കഴിഞ്ഞു. അതുപോലെ ലോഞ്ചിങ് ഓഫ് ടെലിമെഡിസിൻ ടൈഅപ്പ് വിത്ത് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസും ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസുമായിട്ടുള്ളതും അതിൻ്റെയും തുടക്കം കുറിച്ച് കഴിഞ്ഞു. അടുത്ത പരിപാടി യുവവിമുക്തി, അത് മന്ത്രി ശ്രീ KC ജോസഫിന്റെ തുടക്കം കുറിക്കും. മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി ചെയ്യുന്ന വലിയ സേവനങ്ങൾ എത്ര പ്രശംസിച്ചാലും ആവില്ല. ഞാൻ 2004 മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും ഇവിടെ വന്ന് നിങ്ങളുടെ ടെലിമെഡിസിൻ പ്രോജക്റ്റ് ഇവിടെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടുള്ള ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഞാൻ ഓർക്കുന്നു. ഇന്ന് ഇതുവരെയുള്ള പ്രവർത്തനങ്ങളുടെ വിവരങ്ങൾ കേട്ടപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന് പോലും ചെയ്തു തീർക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഈ കാലഘട്ടത്തിനുള്ളിൽ ചെയ്തു തീർത്തിരിക്കുന്നത് എന്ന് പറയുന്നത് എനിക്ക് വളരെയേറെ സന്തോഷവും അഭിമാനവുമുണ്ട്. 35,000 പേർക്ക് ട്രെയിനിങ് കൊടുത്ത് ക്യാൻസർ സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തുന്നതിന് നിങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നു. 12 ലക്ഷം പേരെ വീടുകളിൽ ചെന്ന് കണ്ട് ക്യാൻസർ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും സംശയമുള്ളവരെയെല്ലാം ക്യാൻസർ ക്യാമ്പുകളിലേക്ക് എത്തിക്കുകയും തുടർന്നുള്ള നടപടികൾക്ക് നിങ്ങൾ നേതൃത്വം കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്. വളരെ വിപുലമായ പരിപാടിയാണ് ഈ വടക്കൻ കേരളത്തിൽ മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി ചെയ്തിട്ടുള്ളത്. അതിനെ പ്രത്യേകമായിട്ട് ഞാൻ ഒരിക്കൽ കൂടി ഗവൺമെന്റിന് വേണ്ടി അഭിനന്ദിക്കുന്നു. ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ നിങ്ങളുടെ MP ഒരു കാര്യം ഇവിടെ എടുത്തു പറഞ്ഞു. ഇവിടെ നിന്നുള്ള ജനപ്രതിനിധികളൊക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഈ വാനിൽ കയറി അതിൻ്റെ വിശദ വിവരങ്ങൾ കണ്ടപ്പോൾ ആ ജനപ്രതിനിധികളൊക്കെ ആവശ്യപ്പെട്ടതും MP ഇവിടെ ഉന്നയിച്ച കാര്യങ്ങളാണ്. ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്ന് കാര്യമായ സഹായങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് റിക്കറിംഗ് എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ നിങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ്. ഞാൻ ഇവിടെ നിങ്ങൾ നടത്തിയ ഈ നല്ല പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിൽ, നിങ്ങളുടെ ജനപ്രതിനിധികളെല്ലാം ഒന്നിച്ച് ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിൽ റിക്കറിംഗ് എക്സ്പെൻഡിച്ചർ തരുന്ന കാര്യത്തിൽ ഗവൺമെന്റ് ആവശ്യമായ തീരുമാനം ഉടനെ എടുക്കും എന്ന് പറയാൻ അത് എത്രയെന്നും എങ്ങനെയെന്നും എന്നുള്ളത് സഹപ്രവർത്തകരുമായിട്ട് ആലോചിച്ച് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ആലോചിച്ചിട്ട് ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. ഇത് ഒരു സൗജന്യമല്ല, നിങ്ങൾ അർഹിക്കുന്ന ഒരു അംഗീകാരമായിട്ട് മാത്രം നിങ്ങൾ കണക്കാക്കിയാൽ മതി. നിങ്ങളുടെ ഈ വലിയ സേവനം തുടരണം. അത് ഈ വടക്കൻ കേരളത്തിൽ ജനങ്ങൾക്ക് വലിയ ആശ്വാസകരമായിരിക്കും. ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഇന്ന് ആളുകൾ ഏറ്റവും അധികം ഭയപ്പെടുന്ന ഒരു രോഗമാണ്. ആ രോഗം വന്നാൽ തന്നെ മാനസികമായി തളരും. ആ രോഗി മാത്രമല്ല, ആ കുടുംബം തന്നെ. സാമ്പത്തികമായ സഹായം, സാമ്പത്തികമായ കഴിവില്ലാത്തവരാണെങ്കിൽ അവരുടെ കാര്യം പറയണം. ചികിത്സയ്ക്ക് വേണ്ട സൗകര്യം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ സ്ഥിതി എന്താകും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പൊ അവിടെയാണ് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രസക്തി കൂടി വരുന്നത്. ക്യാൻസർ രോഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്ന് സൗജന്യമായിട്ട് നൽകണം എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. കൃത്യമായും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഒരിക്കൽ കൂടി വിജയങ്ങൾ ഞാൻ നേരുന്നു. ഞാൻ തലശ്ശേരിയിൽ ചില പരിപാടികളിൽ ഞാൻ ചെല്ലാമെന്ന് നേരത്തെ തന്നെ ഏറ്റിരുന്നു. അത് കഴിഞ്ഞാണ് ഈ പരിപാടി വന്നത്.
അതുകൊണ്ടാണ് ഇത് 8 മണിക്ക് ആക്കിയത്. അതുകൊണ്ട് എന്നെ നേരത്തെ പോകാൻ അനുവദിക്കണം. ബാക്കിയുള്ളവരെല്ലാം അതുകൊണ്ട് ഞാൻ രാവിലത്തെ ട്രെയിന് വരാനായിട്ടിരുന്നത്. പക്ഷേ അതുമെല്ലാം ലേറ്റ് ആയാൽ ഈ പരിപാടി താമസിക്കുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ വെസ്റ്റ് കോസ്റ്റിന് വന്ന് വെളുപ്പിനെ 2 മണിക്ക് ഇവിടെ എത്തി. എന്നാലും എനിക്ക് നേരത്തെ പോകുന്നത് നിങ്ങൾ സദയം ക്ഷമിക്കണം. കാരണം എനിക്കിന്ന് ഏറ്റവും ഒടുവിലത്തെ പരിപാടി മഞ്ചേശ്വരത്താണ്. അവിടെ കേന്ദ്ര പ്രതിരോധ മന്ത്രി ശ്രീ AK ആന്റണി ഇവിടെ പങ്കെടുക്കുന്ന പരിപാടിയാണ്. അവിടെ നമുക്ക് സമയത്ത് തന്നെ എത്തണം. അതുകൊണ്ട് പോകുന്നത് നിങ്ങൾ സദയം ക്ഷമിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.